ദൈവനാമത്തിന് മഹത്വം. നിശ്ചയ ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവകൃപയാൽ നമ്മുടെ ബൈബിൾ ക്വിസ് കഴിഞ്ഞ ദിവസം ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ ഈ ബൈബിൾ ക്വിസ് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില നിബന്ധനകൾ പല പ്രിയപ്പെട്ടവരും പാലിക്കുന്നില്ല. അതായത് ഉത്തരങ്ങൾ ഒരുമിച്ച് അയക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പല പ്രിയപ്പെട്ടവരും ഓരോന്നോരോന്നായിട്ടാണ് അയക്കുന്നത്. അത് നോക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യത്തെ ഒരു ഉത്തരം അയച്ചു, അതായത് ഒന്നാമത്തെ ഉത്തരം അയച്ചു, നിങ്ങൾ രണ്ടാമത്തെ ഉത്തരം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതിനിടയ്ക്ക് മറ്റൊരാൾ ഉത്തരം അയക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥാനം പിന്തള്ളപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഉത്തരങ്ങൾ ഒരുമിച്ച് അയക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് യൂട്യൂബിൽ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് അവിടുന്ന് കോപ്പി ചെയ്ത് യൂട്യൂബിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഉത്തരങ്ങൾ അയക്കേണ്ടത് യൂട്യൂബിലാണ്, ഈ വീഡിയോയ്ക്ക് താഴെ തന്നെയാണ്. ആരും വാട്സപ്പിൽ ഉത്തരം അയക്കരുത്. വാട്സപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നത് പരിഗണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എല്ലാവരും യൂട്യൂബിൽ അയക്കുമ്പോൾ ഒന്നോ രണ്ടോ പേർ വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ആ ഉത്തരങ്ങൾ പരിഗണിക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് എല്ലാവരും യൂട്യൂബിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുക. അതുപോലെ തന്നെ ഉത്തരങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങളുടെ പേരൊന്ന് മെൻഷൻ ചെയ്യുക. ഒരേ ഐഡിയിൽ നിന്ന്, അതായത് ഒരേ മൊബൈലിൽ നിന്ന് തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ നിങ്ങളുടെ പേരൊന്ന് മെൻഷൻ ചെയ്യുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പല ഐഡിയിൽ നിന്ന് ഉത്തരങ്ങൾ വരുമ്പോൾ പല പേരുകളായി പോകും. ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നായിരുന്നു. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: സഭാപ്രസംഗി കണ്ടെത്തുവാൻ ഉത്സാഹിച്ചത് എന്തെല്ലാമാണ്? ഉത്തരം ഇതാണ്. സഭാപ്രസംഗി 12:10 നാം ഇങ്ങനെ വായിക്കുന്നു: ഇമ്പമായുള്ള വാക്കുകളും നേരായി എഴുതിയിരിക്കുന്നവയും സത്യമായ വചനങ്ങളും. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: രണ്ട് കാര്യങ്ങളെക്കാൾ ഉത്തമമായത് ഏതാണ് ഈ രണ്ട് കാര്യങ്ങൾ? ഉത്തരം ഇതാണ്. സഭാപ്രസംഗി 7:1 നല്ല പേർ സുഗന്ധതൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: അറിവുള്ളവനെ പ്രാകൃതനാക്കുന്നത് എന്താണ്? ഉത്തരം ഇതാണ്. കോഴ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: മനുഷ്യന് ഭാരമായിരിക്കുന്നത് എന്താണ്? ഉത്തരം ഇതാണ്. അവൻ്റെ അരിഷ്ടത. സഭാപ്രസംഗി 8:6. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: ക്ഷമ കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നത് എന്താണ്? ഉത്തരം ഇതാണ്. മഹാപാതകങ്ങൾ. 10:4. നമ്മുടെ അവസാന ചോദ്യം ഇതായിരുന്നു: നിങ്ങളും ഒരു കറിയും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് നീരസം. സഭാപ്രസംഗി 7:9. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നീ, കറി രസം. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കറി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് രസം ഓർമ്മ വന്നു. അങ്ങനെ ആ ഉത്തരം എല്ലാവർക്കും പെട്ടെന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ലിസി വിൻസെൻ്റ്, രണ്ടാമത് സിസ്റ്റർ റീജ ജോർജ്, മൂന്നാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഡാലി ജയൻ, നാലാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സുസമ്മ മാത്യു, അഞ്ചാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ മോളി തോമസ്, ആറാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സുജ ജോസ്, ഏഴാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഡോറ സ്റ്റീഫൻ, എട്ടാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ്, ഒൻപതാമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ സൂസൻ തോമസ്, പത്താമതായി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ലിജി ജോർജ്. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രാവശ്യം വേറെ വിജയികളാകും. ഇപ്രാവശ്യം വിജയികളാകാത്തവരാരും നിരാശരാകേണ്ട കാര്യമില്ല. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ ഉത്തമഗീത പുസ്തകത്തിൽ നിന്നാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: മനോഹരവും മധുരവുമായിട്ടുള്ളത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: മനോഹരവും മധുരവുമായിട്ടുള്ളത് എന്താണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: മേത്തരമായ വീഞ്ഞ് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: മേത്തരമായ വീഞ്ഞ് എന്താണ്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: തേനും പാലുമുള്ളത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: തേനും പാലുമുള്ളത് എവിടെയാണ്? നാലാമത്തെ ചോദ്യം ഇതാണ്: ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരുന്നത് എന്തിനാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരുന്നത് എന്തിനാണ്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഈ പുസ്തകത്തിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന സ്നേഹഭാജനം എന്നർത്ഥം വരുന്ന ഒരു പേര് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഈ പുസ്തകത്തിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന സ്നേഹഭാജനം എന്നർത്ഥം വരുന്ന ഒരു പേര് എന്താണ്? നമ്മുടെ ആറാമത്തെ ചോദ്യം ഒരു ട്രിക്കി ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം മാത്രം ഉത്തരം അയക്കുക. നിങ്ങൾ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക. ചോദ്യം വായിച്ചിട്ട് ഉടനെ വന്ന് ക്ലൂ ചോദിച്ചാൽ ആർക്കും ക്ലൂ തരികയില്ല.
അതുകൊണ്ട് നിങ്ങൾ വചനം വായിച്ച് ഉത്തരം കണ്ടെത്തുവാനും ചിന്തിച്ച് ഉത്തരം കണ്ടെത്തുവാനായിട്ടും ശ്രമിക്കുക. നമ്മുടെ ചോദ്യം ഇതാണ്: ബൈബിളിൽ ഒറ്റ പ്രാവശ്യം മാത്രം കാണുന്ന ഒരു വാക്ക്, 1ഉം 5ഉം അക്ഷരങ്ങൾ ചേർന്നാൽ പല വസ്തുക്കളും ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത്. 4ഉം 6ഉം അക്ഷരങ്ങൾ ചേർന്നാൽ ഒരു സ്ത്രീനാമം. അവസാനത്തെ 2 അക്ഷരം ഭയത്തെ സൂചിപ്പിക്കുന്നു. ഇവയെല്ലാം ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. ബൈബിളിൽ ഒറ്റ പ്രാവശ്യം മാത്രം കാണുന്ന ഒരു വാക്ക്, 1ഉം 5ഉം അക്ഷരങ്ങൾ ചേർന്നാൽ പല വസ്തുക്കളും ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത്. 4ഉം 6ഉം അക്ഷരങ്ങൾ ചേർന്നാൽ ഒരു സ്ത്രീനാമം. അവസാനത്തെ 2 അക്ഷരം ഭയത്തെ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഉത്തരങ്ങൾ എല്ലാവരും അയക്കുവാനായിട്ട് വളരെ ഉത്സാഹത്തോടെ ആയിരിക്കുന്നു എന്നറിയാം. വളരെ വേഗത്തിൽ തന്നെ എല്ലാവരും ഉത്തരങ്ങൾ അയക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ദൈവവചനം പഠിക്കുവാൻ ഇത് കാരണമായി തീരട്ടെ. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഉള്ള പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.